saying yes to Suru. മുടിപ്പിച്ചിട്ടുണ്ടാവുള്ള Happy birthday. Are you surprised? Yes, of course. ഹായ് ഗൈസ്, കിടക്കാച്ചിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുറെ നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട്, അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ സുരുവിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ സുരുവിനെ വിളിക്കാനായിട്ട് സുരുവിന്റെ വീട്ടില് ഒന്ന് നിപ്പുണ്ട്. തെണ്ടി അവിടെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നു. ഞാനിവിടെ പട്ടി പോസ്റ്റ് ആയതുകൊണ്ട് ഇൻട്രോ എടുക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ടാസ്ക് എന്താന്ന് വെച്ചാല് സേയിങ് എസ് ടു സുരു ആണ്. അപ്പൊ സുരു എന്ത് പറയുന്നു അത് നമ്മൾ മേടിച്ചു കൊടുക്കുന്നതായിരിക്കും. പക്ഷെ അവൾ അങ്ങനെ ഒന്നും പറയാറില്ല. അതാണ് വേറൊരു ടാസ്ക്. ബർത്തിമ ബീബിയോടൊപ്പം. അപ്പൊ സുരു ഇന്നൊരു ടാസ്ക് ഉണ്ട്. സേയിങ് എസ് ടു സുരു. ഒരു ക്ലൂ തരാമോ? എന്ത് പറഞ്ഞാലും ഞാൻ കേക്കാം. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നുവെച്ചാ നീ എന്ത് പറയുന്നു അത് ഞാൻ മേടിച്ചു തരും. ഓക്കെ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. ഈ പറയുന്നതേ ഉള്ളൂ ഗൈസ്. ഒരു ഷോപ്പിൽ കൊണ്ടുവരട്ടെ. നീ എന്തിനു വെറുതെ എനിക്ക് വേണ്ടി ഇങ്ങനെ പൈസ ചിലവാക്കുന്നു? ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. അപ്പൊ നമ്മള് സേയിങ് എസ് ടു സുരു ചലഞ്ചിനായിട്ട് സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. എന്ത് വേണോന്ന് ചോദിച്ച് കാല് പിടിച്ചിട്ട് അവസാനം ഫുഡില് സുരു സമ്മതിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബൺ കഫേയില് വന്നു. ഇതെന്ത് മറിമായും? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. റിഞ്ചു അങ്ങനെ കുറെ സാധനങ്ങൾ എനിക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട്. ചീസ് കേക്ക്, മിൽക്ക് കേക്ക്, വാനില വിത്ത് ബ്രൗണി. ഇത് മൂന്നും എന്റെ ഫേവറേറ്റ് ആണ്. കുറെ നാളായിട്ട് കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അല്ലെ ലിഞ്ചു? മുടിപ്പിച്ചിട്ടുണ്ടാവുള്ള ഞാൻ. അപ്പൊ ഇതില് ഫുഡ് ഉൾപ്പെടുത്തണ്ടായിരുന്നു. നിന്റെ വിധിയാണ് ഫുഡ് ഉൾപ്പെടുത്തിയത്. അതെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഉൾപ്പെടുത്തിയതാണ്. എക്സ്പ്രഷൻ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഗൈസ്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞാണ് ഫുഡ് ഓർഡർ ചെയ്തത്. ശരി, ഗിഫ്റ്റ് വേണ്ടേ? നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതിനി മറ്റേ അല്ലുവിനെ പോലെ ആവല്ലേ. നമ്മളെ സുരനെ നിർബന്ധിച്ച് നമ്മള് സ്റ്റുഡിയോയിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്. അല്ല, വാ പോം. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. ഗൈസ്, അപ്പോ മന്തി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മള് മന്തി സ്പോട്ടിൽ എത്തിയിരിക്കുവാണ്. വേറെ എന്തൊക്കെയുണ്ടോ നോക്കട്ടെ, സമയമില്ല. അൽഫാം മന്തി. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. അപ്പൊ സുരു കേക്ക് വേണ്ടേ? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. ഏത് വേണം? ചോക്ലേറ്റ് കേക്ക് വേണം. തിന്നു മുടിക്കാൻ മാത്രമായിട്ട് അപ്പൊ ഇനി നമുക്ക് വീട്ടിലൊക്കെ പോയി കേക്കൊക്കെ കട്ട് ചെയ്യാം. കേക്ക് കാണിക്കും. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ
ജന്മദിനം കുട്ടിക്ക് ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ പോലെ പോലെ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഹാപ്പി ബർത്ത്ഡേ. കവറും പടലവും ജവ തന്നെ. എന്തുവാടാ? ബാഗാടാ? എന്താ സാധനം? ജിം ബാൻഡാടാ? എന്തോ? താങ്ക് യു താങ്ക് യു താങ്ക് യു. ഡബിൾ അതൊക്കെ തന്നെയാ. റൈസ് നോക്കട്ടെ ഞാൻ. റൈസ് നോക്കില്ലെങ്കിൽ ഞാൻ ഇടും. താങ്ക് യു സോ മച്ച്. തുണി എടുത്ത് നടക്കണമെന്നൊക്കെ മനുഷ്യനായ എനിക്ക് ആകെ ഒരു പാൻറ്റേ ഉള്ളൂ. നല്ല പാൻറ്റായിട്ട് അതുകൊണ്ടാണ് വാങ്ങി തന്നതല്ലേ. താങ്ക് യു. ഇട്ടുകൊണ്ട് പോണം നാളെ. എന്നോന്ന് പിന്നെ കിളിക്കണം ഫ്രൈം. ഇത് വെറും ഫ്രെയിം അല്ല. എന്റെ ഫോണിൽ ഞാൻ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആപ്പ് എടുക്ക്. എന്താണ് ഒരു കോഡൊന്നും ഇല്ലല്ലോ. ലേറ്റസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തൊരു ആപ്പ് ഉണ്ട്. എടുക്ക്. ആർട്ടിവൈവാ? ആ അത് തന്നെ. ഓപ്പൺ ചെയ്തോ? ഓപ്പൺ ചെയ്യുമ്പോ അതിലൊരു സ്കാൻ ചെയ്യാനായിട്ട് ഒരു സംഭവം വരും. ഒരു സ്കാനർ പോലെ ഓപ്പൺ ആവും. ആ സ്കാനർ ജസ്റ്റ് ഒന്ന് ഇനി കുറച്ച് നീക്കി പിടിച്ച് ഫോട്ടോ ഇങ്ങനെ പൊക്കി പിടിച്ച്. Are you surprised? Yes, of course. കോഡ് ഇല്ലാതെ വീഡിയോ കാണുന്നത്. അത് നമ്മുടെ ഗിഫ്റ്റ് ഗാലറിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് ഗൈസ്, വേർഷൻ ഫ്രെയിം. അപ്പൊ വേണ്ടവർ എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം. വെരി ഗുഡ്. കുറെ നാള് കഴിഞ്ഞിട്ടാണ് ഈ ഫ്രെയിം എടുത്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം അത് ഫീഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോ വേണോ അത് കാണാം. കണ്ട് ചാകുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.